ഇരുളൻ കുറിച്ചൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ അവരുടെ സ്വന്തം കാടുകളിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. കണ്ണിക്കു ചോലാവുൾ കാടുകളുണ്ട് കടുവയ്ക്ക്. നോക്ക് കുഞ്ചി കുഞ്ചി അക്ക അക്ക ആ നോക്ക് ചെന്തുരണിപ്പൂ
നിനക്കിപ്പോ ഇതെവിടെ നിന്ന് കിട്ടി? നീ കാട്ടിപ്പോയല്ലേ? ചൊല്ല്, നീ എന്തിനിപ്പോ കാട്ടിപ്പോയേ? അക്കേനോട് ആര് ചൊല്ലി ഞാൻ കാട്ടിപ്പോയെന്ന്? ഇത് കാട്ടിന്നല്ല. പോ. പുഞ്ചി, അന്ത കാട് നമുക്ക് സ്വന്തം. ആനാ നമ്മ കാട്ടി കേറിക്കൂടാ. കാട്ടിന്ന് വിലക്കപ്പെട്ടവർ അന്ത കാട്ടിലതാ നമ്മ അപ്പ അമ്മ. അക്ക, വേഴാമ്പൽ, മലമുഴുക്കി വേഴാമ്പൽ. അതെവിടെ അക്ക? അങ്ങ് കാട്ടിനുള്ളിൽ. പുഞ്ചി, നീ കാട് കണ്ടീന? കാടിന്റെ മണ്ണിലെ ഒടേക്കാരെ കണ്ടീന? വാരിസുകൾ മണ്ണിൽ മുളച്ച് മണ്ണിൽ വളർന്നു മണ്ണിലുഴുതും മണ്ണിന് വളമായി മാറിയവർ. അക്ക, നെജമുള്ളോടേക്കാർ. അവർ കാട്ടരുവികൾ തടകെട്ടി നിർത്തിയില്ല, വൻമരങ്ങളെ മുറിവേൽപ്പിച്ചില്ല. ആ കാട്ടിലെ മൃഗങ്ങളോടൊപ്പം ഭയമില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞു. ആ കാട് കാണണമെങ്കിൽ പുറകിലോട്ട് പോണം, ഒത്തിരി പുറകിലോട്ട്, ഒത്തിരി. செங்குருதி சேயோனே அங்கொடிய வேலோனே செவ்வலரி தோளோனே எங்குடிய காப்போனே கடம்பாயிடும்பா முருகா கதிர்வேல் குமரா மருகா துடிவேல் அரசர் கரசே வடிவேல் அருள்வாய் மலர்வாய் மாமழ பெய்திடுமா மாநிலோ ஓங்கிடுமா கொப்புகளி தாங்கிடுமா குடிகளும் ஓங்கிடுமா അവർക്കില്ലായിരുന്നു മതഗ്രന്ഥങ്ങളുടെ ഓലച്ചൂടികൾ, പൊന്നുകൊത്തിയ ക്ഷേത്രങ്ങൾ, എണ്ണമറ്റ ദേവന്മാരും. ആറ്റിനൊഴുക്കിൽ അവർ കേട്ടത് മന്ത്രങ്ങളല്ല, കാടിന്റെ നാദമായിരുന്നു. കാറ്റരുവിൽ നിന്ന് അവരെടുത്തത് വെറുമൊരു കല്ലല്ല, പ്രകൃതിയുടെ ഊർജമാണ്. അവർക്കത് ദൈവമായിരുന്നു. പ്രകൃതിയുടെ സ്രോതസ് കാടാണെന്ന് തിരിച്ചറിഞ്ഞവർ കാടും കാടിന്റെ മക്കളെയും തീർപ്പറ്റ രീതിയിൽ ചൂഷണം ചെയ്തു. ആ അത്യാചാരം അറിയണമെങ്കിൽ ചരിത്രത്തോളം പിന്നിലോട്ട് പോണം. കബനി നദി താണ്ടി വന്ന ജൈനന്മാർ കാടുകൾ വെട്ടിപ്പിടിച്ചു, കല്ലുമലകളിൽ അവരുടെ വിഗ്രഹങ്ങൾ കൊത്തിവെച്ചു, അവരുടെ വിശ്വാസങ്ങൾ ഇവരിൽ അടിച്ചേൽപ്പിച്ചു. അതിനു പിന്നാലെ വന്ന ബ്രിട്ടീഷുകാർ കാടും മലയും ചെത്തിയെടുത്ത തേയിലത്തോട്ടങ്ങളിൽ കാടിന്റെ മക്കളെ അവരുടെ സ്വന്തം മണ്ണിൽ അടിമകളാക്കി. ഇത് ചരിത്രം. കാടുകെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ട് തിന്നപ്പോ അവൻ കള്ളൻ. വിശന്നട്ട കള്ളനല്ല. ആ കാടിന്റെ മകനെ കൊന്നത് വിശപ്പിന്റെ ചൂടല്ല, മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ടാണ്. എത്ര കടിച്ചമർത്തിയാലും കാടിന്റെ മക്കൾ മുറിക്കപ്പെട്ട മരം പോലെ തളിർക്കും, തടയെടുത്തപ്പെട്ട നദി പോലെ വഴി തുറക്കും. അവർ അവരുടെ കഠിനാധ്വാനം കൊണ്ട് വീണ്ടും അവരുടെ പഴയ സന്തോഷത്തിലേക്കെത്തും. അവർ മുളയരിയും കാട്ടുകിഴങ്ങുകളും ആഹാരമാക്കി മാറ്റി. അത് കാട്ടിലെത്തുന്ന ഏത് വിരുന്നുകാർക്കും അവർ സ്നേഹം ചേർത്ത് വിളമ്പി. കാട്ടിലെ തേനും കരകൗശല വസ്തുക്കളും മുള കൊണ്ടുള്ള ആഭരണങ്ങളും അവരന്നത്തെ ജീവിത വരുമാന മാർഗത്തിനായി മാറ്റിവെച്ചു. നിങ്ങളിത് ഈ കാടിറങ്ങി നാട്ടിക്കൊണ്ടേ വിറ്റ എന്ത് വില കിട്ടും? കണ്ണിലും കാട്ടിൽ ഇരുട്ട് കയറും വരെ പണിയെടുക്കും. ഇതിന്റെ വിലയൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കൂലി നിങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങിക്കണം. അതിന് നിങ്ങൾ ആദ്യം പഠിക്കണം, എന്നാലേ അറിവുണ്ട്. എന്നെ പഠിപ്പിക്കുവോ അക്ഷരങ്ങൾ കൂട്ടിയെഴുതാൻ? പിന്നെന്താ? ആ ആ ഈ ഈ ഉ ഊ
പൊന്നി, അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ പഠിച്ചില്ലേ? ആ പഠിച്ചു. എന്നാ എഴുത്. അമ്മ. കാട്. കാട് ഞങ്ങൾക്ക് അമ്മയാണ്. അവർ കാടിനെ ഒത്തിരി സ്നേഹിച്ചു, കാട് അവരെയും. പൊന്നി, നീ ആർജിച്ച അക്ഷരങ്ങൾ അത് അറിവുകളാണ്. നിന്റെ ചുവടുകൾ തന്നെ ഈ കാടിന്റെ ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ചരിത്രമാവണം. ചാച്ചപ്പ, ചാച്ചപ്പ, ദേ ഞാൻ എഴുതാൻ പഠിച്ചു. അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ. എന്നിട്ട് എൻ്റെ പൊന്നെന്താ എഴുതി? കാട്. நீங்க எത്ര രാവും പകലും കാവൽ കാത്താലും അവർ ഈ കാട് കട്ടുമുടിക്കും. അപ്പാ, കാവൽ കാത്തത് പോതും. എൻ കൂടെ വാ, കുടിയിലേക്ക് പോകാം. എനിക്കത് തെരിയും പൊന്നെ. ഞാൻ കാവൽ കാത്താലും ഈ കാടില്ലാണ്ടാവും. പക്ഷെ ഞാൻ കാവൽ കാക്കണത് ഈ കാടിനും കാട്ടുമക്കൾക്കും വേണ്ടി മാത്രമല്ല, ആ നാടിനു കൂടി വേണ്ടിയാ. നിങ്ങൾ ഈ കാട് കയ്യേറി നശിപ്പിച്ച ഈ കാട് മാത്രമല്ല നശിക്കുന്നത്, നിങ്ങളുടെ നാട് കൂടിയ. അപ്പാ, അവങ്ങൾക്ക് കാടിന്റെ അധികാരം, എങ്ങൾക്കത് വാഴ്ക്കേ. இந்த காடுக்கும் மண்ணுக்கும் நம்ம மக்களுக்கும் காவல் காக்க உஞ்சி நானும் என்ன உண்டாவப்பா. இந்த காடு மேல சத்தியம். ഈ കാടിനെന്നും കാവലായി എന്റെ ഈ പെൺമക്കൾ ഉണ്ടാവും. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളും ജലം പണിഞ്ഞ് കോമരം തുള്ളണത്. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ, എന്തൊരു ബാല്യകാലം അയിനങ്ങും കൊണ്ടങ്ങും പോയേ. പൂവോ 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 നല്ലൊരലങ്ങി പൂവോ, പൂവോ 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 നല്ലൊരു ജനപ്പൂവോ, പൂവോ പൂവോ കാണാൻ നല്ലൊരു മുല്ലപ്പൂവോ. പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്. ഇരുളനും കുറിച്ചതും കേൾക്കാൻ വനസംരക്ഷണ നിയമപ്രകാരം ഈ കാടുമതിൽ ഉൾപ്പെട്ടതാണ്. ഇന്നിരുട്ടി വെളുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടിലുകൾ പൊളിച്ച് ഈ കാട്ടിൽ നിന്ന് നിങ്ങൾ പോവേണ്ടതാണ്. ഈ കാട് വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ഈ കാട്ടിലല്ലേ ഞങ്ങൾ ജനിച്ചേ. ഈ കാണുന്ന കാടല്ലേ ഞങ്ങളുടെ അമ്മ. ഈ മണ്ണിലുറച്ചതാ എങ്ങളുടെ വേര്. ഇത് പറിച്ചു നടാൻ നോക്കിയാ വളരില്ലേ മാനെ, വളരില്ല. നീയൊക്കെ ഈ സംസാരിക്കണത് നക്സൽ വർഗീസിനെ പോലുള്ളവരുടെ പിൻബലത്തിലാണ്. ഞങ്ങൾ ഈ പറയുന്നത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിന്നോടൊക്കെ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ കാടിന്റെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന പോലീസുകാരുടെ തോക്കുകളായിരിക്കും. മനസ്സിലായടാ കാട്ടുനായ്ക്കളെ. ആദിവാസിക്കു പെക്കിന കൊല്ലിയിൽ പോലുമില്ലിത്തിരി മണ്ണ്, ചാവും എപ്പോലുമില്ലാരുമാടുള്ള കുഞ്ഞാളെ നീങ്ങുവായോ, എന്റെ കുഞ്ഞാളെ നീങ്ങുവായോ. നിങ്ങൾക്ക് ഈ കാട് വിട്ട് പോകാൻ പറ്റുമോ? പോരാടണം, മണ്ണിനു വേണ്ടി പോരാടണം. അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടിയാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പോരാട്ടമാണത്. നിങ്ങൾ ശബ്ദമുയർത്തണം. നിങ്ങളുടെ ഈ നിശബ്ദത അവർക്കെന്നും ഒരായുധമാണ്. നിങ്ങൾക്ക് നഷ്ടമാവുന്നതോ ജനിച്ചു വീണ മണ്ണും വേരുകളും നിങ്ങളുടെ പാട്ടുകളുമാണ്. ഞാൻ എത്ര തന്നെ പോരാടിയാലും നിങ്ങളിൽ ഒരാളാവില്ല. അവർക്ക് ഞാൻ നക്സലാണ്, നക്സൽ വർഗീസ്. ഈ പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കാൻ നിങ്ങൾക്കിടയിൽ നിന്നും നിങ്ങളിൽ ഒരാൾ തന്നെ വരണം.
ആ കാട് പൂക്കും കാലം വരും വരെ. ആ വരിൻ. കാട് പൂക്കും കാലം വരും വരെ കാവലായിരിക്കും ഞങ്ങൾ, കാടിന് കാതലായിരിക്കും. വിപ്ലവം അല്ലേ? തോക്ക് തോൽക്കും കാലം വരും വരെ, നാക്ക് തോൽക്കില്ലടോ എൻ്റെ വാക്ക് തോൽക്കില്ലടോ. നിങ്ങൾ ശബ്ദമുയർത്തണം. നിങ്ങൾ സമാധാനപരമായി പിരിഞ്ഞു പോകേണ്ടതാണ്. പോലീസിനെതിരെ ആയുധമെടുത്താൽ ഞങ്ങൾക്ക് തിരിച്ചും ആയുധമെടുക്കേണ്ടി വരും. ഇതാണോ ആയുധം? ആദിവാസിക്കുന്നു സ്വന്തം കാലുറുത് അതിൽ ചോര വീതച്ചു ചാച്ചപ്പ. ആയുധമാകെ ഈ പാട്ടേ ആദിവാസിക്കുള്ളു കയ്യിൽ, നാട്ടധികാരമലറി അതിൽ ചോര തെറിച്ചോ കുഞ്ഞാളെ. കാട് സംരക്ഷിക്കാൻ വന്നവർ തന്നെ കാട് കയ്യേറി കാടിന്റെ ജീവൻ കവർന്നു. അവർ കാട്ടരുവികൾ കെട്ടിയടച്ചു, കാട്ടുമരങ്ങൾ വെട്ടിമുറിച്ചു. കാട് കയ്യേറി നശിപ്പിച്ച കാടിനൊപ്പം ഈ നാട് നശിക്കും. കാട് കട്ടുമുടിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട. ഈ കാടിന് കാവലായി ഏങ്ങളുണ്ട്. ഈ കാട് അത് ഏങ്ങളുടേത്. ഈ കാടിനെന്നും കാവലായി എന്റെ ഈ പെൺമക്കൾ ഉണ്ടാവും.
that we have all been waiting for. And the winner is IDA Kochi. Ladies and gentlemen, the overall champion of Germany 2025 on stage item is IDA Kochi. Exhilarating performance that they displayed today morning. Amount of effort and struggle that they have given us into making those 20 minutes ever memorable for Germany 2025. Yes, ladies and gentlemen, IDA Kochi. Those 20 minutes ever memorable for Chilamboli 2025. Yes, ladies and gentlemen, IDA Kochi bags